വളർന്നു വരുന്ന മുസ്ലിം കുട്ടികൾ കുടുംബജീവിതത്തിന്റെ ഗൗരവം പഠിക്കണം, വിവാഹത്തിന്റെ ഗൗരവം പഠിക്കണം. ഈ സമുദായം വിവാഹത്തിന്റെ ഗൗരവം പഠിച്ചില്ല, നിക്കാഹിന്റെ ഗൗരവം പഠിച്ചില്ല. ഒരു നാട്ടിലെ നല്ല നല്ല തറവാട്ടിൽ നിന്ന് ഇന്നലകളിൽ ഫാത്തിഹ ഓതി പുറപ്പെട്ട പുതിയ പിളമാര്, ഇന്നലകളിൽ അച്ചടക്കത്തോടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരിന്ന് പുതിയ പിള പോകുന്നത് എങ്ങനെയാണ്? ഒരു പുതിയ പിളച്ചക്കൻ മുസ്ലിം തറവാട്ടിൽ നിന്ന് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട വഴിയിലേക്ക് കാലെടുത്തു വെക്കുമ്പോ ആ നിക്കാഹിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് മുഅദ്ദിൻ പറയുന്ന ഖുതുബയിൽ എന്താണുള്ളത്? ആരെങ്കിലും വിവാഹ ജീവിതത്തിലേക്ക് കാലൂന്നിയാൽ അവന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മത്തിലെ നല്ലൊരു ഭാഗം അവൻ പൂർത്തീകരിച്ചുവോ? അങ്ങനെ പ്രധാനപ്പെട്ട കുടുംബജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ചെറുപ്പക്കാരാ, വൃത്തികെട്ട ആഭാസകരമായ സംസ്കാരത്തിലൂടെ ആഭാസകരമായ വേഷം ധരിച്ചുകൊണ്ട് നാണം മറക്കാൻ പോലും തയ്യാറാകാതെ തെരുവ് തുള്ളുന്നത് ആർക്ക് വേണ്ടിയാണ്? അതേ, വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സുകളിൽ അദബ് നഷ്ടപ്പെട്ടു പോയപ്പോ നിക്കാഹിന്റെ ഗൗരവം ചോർന്നുപോയി, കുടുംബജീവിതത്തിന്റെ മർമ്മം മറന്നുപോയി. ഇന്നലകളിൽ തന്നെ പരിപാലിച്ച് ലാളിച്ചു വളർത്തിയ പിതാവിന്റെ അരികിൽ നിന്ന് തന്നെ സംരക്ഷിച്ച് സ്നേഹത്തോടെ തന്നെ വളർത്തി വലുതാക്കിയ പിതാവിന്റെ അരികിൽ നിന്ന് തന്നെ കെട്ടിക്കൊണ്ടുപോകുന്ന പുതിയ പിള്ളയുടെ വീട്ടിലേക്ക് കടന്നുപോകുന്ന പുതിയ പെണ്ണ് ഉമ്മയുടെ കൈപിടിച്ച് കരഞ്ഞ കാലം കഴിഞ്ഞില്ലേ? പിതാവിന്റെ കൈപിടിച്ച് കരഞ്ഞ് അവരുടെ പൊരുത്തം വാങ്ങി വീട്ടിൽ നിന്നിറങ്ങുന്ന കാലം കഴിഞ്ഞില്ലേ? എല്ലാം ആഭാസകരമായി ആടിത്തിമർക്കുന്ന കാലം വന്നുപോ. അച്ചടക്കരാഹിത്യത്തിന്റെ തെരുവുകളായി സാമുദായിക അന്തരീക്ഷങ്ങൾ അതപ്പതിച്ചു പോയതല്ലേ? സുഹൃത്തുക്കളെ, ഇവിടെ എങ്ങനെയാണ് നമുക്ക് മാതൃകയാകാൻ കഴിയുന്നത്? അതേ, നമ്മുടെ മനസ്സിൽ അല്ലാഹുവിന്റെ ഹബീബ് നഷ്ടപ്പെട്ടുപോ. ആ ഹബീബിന്റെ കുടുംബക്കാരായി നമുക്ക് മാർഗദർശികളായി നിന്ന മാതൃകാ ഗോപുരങ്ങളും വിളക്കുമാടങ്ങളും വളർന്നു വരുന്ന തലമുറയുടെ ഹൃദയത്തിൽ നമ്മൾ കത്തിച്ചു വെച്ചില്ല. അത്തിബൂ ഔലാദക്കും അലാ സലാസത്തി ഹിസാൽ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ മർമ്മപ്രധാനമായ 3 അത്തിവാരങ്ങളിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഈ ഉമ്മത്തിന്റെ സംസ്കാരങ്ങള് രാജ്യത്ത് വളർന്നു വരുന്ന സിനിമാ നടന്മാരിലേക്ക് വഴിമാറിപ്പോവുകയാണ്. വളർന്നു വരുന്ന മുസ്ലിം സമുദായത്തിന്റെ മനസ്സുകളില് അവർ ആദരിച്ചിരുന്ന അഹ്ലുബൈത്തിനെ നിന്ദിച്ചതാരാ? അവർ ബഹുമാനിച്ചിരുന്ന ഉമറാക്കളെ അപമാനിച്ചതാരാ? ഈ സമുദായത്തിന്റെ സംസ്കാരങ്ങളാകുന്ന താടിയെ ഈ രാജ്യത്തെ മുസ്ലിം ചെറുപ്പക്കാരുടെ മനസ്സുകളിൽ നിന്ന് വളരെ പരിഹാസത്തോടുകൂടെ പിഴുതുമാറ്റിയതാരാ? തന്റെ കാശുപയോഗിച്ച് താൻ കടന്നു ചെന്ന സിനിമാ തിയേറ്ററിലെ അതിന്റെ സ്ക്രീനിൽ തെളിഞ്ഞു വന്ന സിനിമാ നടന്മാർ, ആ സിനിമാ നടന്മാരിൽ ഏറ്റവും വൃത്തികെട്ട അഭിനേതാവാരാണ്? പച്ചവിൽച്ച് കെട്ടിയ താടിവച്ച തൊപ്പിവച്ച മുസ്ലിം കാരണവരാണ്. ഒരു സിനിമയിൽ ഏറ്റവും വൃത്തികെട്ട വേഷം ധരിച്ച് പരിഹാസ്യനായി കടന്നു വരുന്നത് ഈ രാജ്യത്ത് വളർന്നു വരുന്ന സമുദായത്തിന്റെ മനസ്സിലേക്ക് കൊടുക്കുന്ന ചിത്രം എന്താണ്? അതേ, ഈ സമുദായം ആദരിച്ചിരുന്ന ഉമറാക്കളില്ലേ? ആ ഉമറാക്കളുടെ വേഷമില്ലേ? ആ വേഷമാണ് സിനിമ എന്ന സംസ്കാരത്തിലൂടെ സാഹിത്യത്തിലൂടെ നമ്മുടെ സമുദായത്തിന്റെ മനസ്സിൽ നിന്ന് താറടിക്കപ്പെട്ടത്. ഈ സമുദായം ആദരിച്ചിരുന്ന ഉലമാക്കളാണ്. ആ സിനിമാ മേഖലകളിലൂടെ ഈ സമുദായത്തിന്റെ മനസ്സിൽ അവർക്കുണ്ടായിരുന്ന അദബാണ് തകർക്കപ്പെട്ടു പോയത്. തങ്ങളോടും ആലിമിനോടുമുള്ള അദബിന് പകരം അവരുടെ മനസ്സുകളിൽ അവഹേളനം കുത്തിവെച്ചതേതാണ്? ഈ സമൂഹം ആദരിക്കുന്ന എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ, ഈ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വമാകട്ടെ, ഈ രാജ്യത്തിന്റെ ഭരണകൂടങ്ങളാവട്ടെ, ഈ രാജ്യത്തെ നിയമ
സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോലീസുകാരാവട്ടെ, സിനിമാ തിയേറ്ററിലേക്ക് കടന്നു വരുന്ന സമൂഹത്തിലെ യുവ ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളിൽ നിന്ന് രാജ്യത്തെ നിയമപാലകരുടെ അതവാണ് തച്ചുടക്കപ്പെടുന്നത്, രാജ്യത്തെ ഭരണകൂടങ്ങളോടുള്ള അതവാണ് തകർക്കപ്പെടുന്നത്, സമുദായം ബഹുമാനിക്കുന്ന ആലിമീങ്ങളോടുള്ള അതവാണ് പറിച്ചു ചീന്തപ്പെടുന്നത്, ഉമറാക്കളോടുള്ള അതവാണ് പറിച്ചു ചീന്തപ്പെടുന്നത്. ഈ അതവിന്റെ മുഴുവൻ അസ്ഥിവാരങ്ങളും സമൂഹത്തിന്റെ ഹൃദയങ്ങളിൽ നിന്ന് സാഹിത്യത്തിന്റെ പേരില് സിനിമാ ലോകം വളർന്നു വരുന്ന തലമുറയുടെ ഹൃദയങ്ങളിൽ നിന്ന് തച്ചുടക്കപ്പെട്ടതിന്റെ ദുരന്തം എന്താണ്? 40 കൊല്ലക്കാലം പ്രവാസ ജീവിതം നയിച്ചുകൊണ്ട് ആ പ്രവാസ ജീവിതം തനിക്ക് സമ്മാനിച്ച വാർദ്ധക്യവും മാരകമായ രോഗങ്ങളും ഏറ്റുവാങ്ങി ശരീരത്തിന്റെ അവശതകളുമായി താൻ പടുത്തീർത്തിയ വീട്ടിലേക്ക് വിശ്രമ ജീവിതം നയിക്കാൻ കടന്നുവന്ന പ്രവാസിയായ പിതാവിന് തന്റെ ഇംഗിതത്തിന് ആ പിതാവ് അരുനിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കി തന്നെ വളർത്തി വലുതാക്കി 40 കൊല്ലക്കാലം പ്രവാസ ജീവിതത്തിൽ കുടുംബവും നാടും വലിച്ചെറിഞ്ഞ് ജീവിച്ച സ്വന്തം പിതാവിന്റെ നെഞ്ചകത്തിലേക്ക് കടാര കുത്തിയിറക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലുണ്ടായത്? ഓ പ്രവാസ ജീവിതത്തിൽ പണിയെടുക്കുന്ന മുസ്ലിം കാരണവരെ, ഓ മക്കൾക്ക് വേണ്ടി പ്രവാസ ജീവിതത്തിൽ പണിയെടുക്കുന്ന രക്ഷിതാക്കളെ, തനിക്കും തന്റെ മക്കൾക്കും വേണ്ടി പെടാപാടുപെടുന്ന പ്രവാസിയുടെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഉമ്മമാരെ, അദ്ദിബൂ ഔലാദക്കും അലാ സലാത്ത് ഖിസാൽ, നമ്മുടെ മക്കളിലെ ഹബീബിനോടുള്ള മഹബത്ത് കൊടുക്കുക. ആ മഹബത്ത് നഷ്ടപ്പെട്ട് സിനിമാ നടന്മാരോടുള്ള മഹബത്ത് സ്വീകരിച്ച മുസ്ലിം ചെറുപ്പക്കാരും അമുസ്ലിം ചെറുപ്പക്കാരും ഈ രാജ്യത്തെ വില്ലന്മാരായി മാറുകയാണ്. സാധാരണഗതിയിൽ സിനിമാ ലോകത്തിന് ഇന്ന് സമൂഹത്തിലേക്ക് വില്ലന്മാരെ സൃഷ്ടിക്കലാണ് പതിവ്. സിനിമാ നടന്മാർ വില്ലന്മാരാകാറില്ല. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് സമൂഹത്തിൽ ഒരുപാട് ക്രിമിനലുകളെയും വില്ലന്മാരെയും സൃഷ്ടിച്ച സിനിമാ ലോകത്തിന് ഇന്ന് വളരെ ക്രൂരന്മാരായ വില്ലന്മാർ ജനിക്കുകയും വളരുകയും വലുതാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ആധുനിക വാർത്തകൾ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോ സുഹൃത്തുക്കളെ നാം തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്. ആധുനിക മുസ്ലിം സമുദായത്തിന് ലഭിച്ച ഭൗതികതയുടെ സംവിധാനങ്ങളോ നമ്മുടെ അച്ചടക്കം തകർത്തുകൂടാ, നമ്മുടെ സംസ്കാരം